നമ്മളൊക്കെ കേട്ടിട്ടുള്ള സൃഷ്ടിപ്പിന്റെ കഥകളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു സിനിമാ കഥ പോലെ തോന്നിക്കുന്ന ഒന്നിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇതാണ് ജ്ഞാനവാദികളുടെ സൃഷ്ടിമിത്ത്. ഇതൊരു സാധാരണ കഥയല്ല, മറിച്ച് പ്രപഞ്ചത്തെയും നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് പറയുന്ന ഒരു ഇതിഹാസമാണ്. എങ്ങനെയുണ്ട് ഈ ചോദ്യം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഒരു സമ്മാനമല്ല, മറിച്ചൊരു തടവരയാണെങ്കിലോ? ഈയൊരു ചിന്തയിൽ നിന്നാണ് ജ്ഞാനവാദികളുടെ ലോകം ആരംഭിക്കുന്നത്. അപ്പോ അസ്തിത്വത്തെക്കുറിച്ച് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഈ ദാർശനിക യാത്രയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോ പ്രപഞ്ചമുണ്ടാകുന്നതിനും എത്രയോ മുൻപ് അരാജകത്വം പോലുമില്ലാതിരുന്നൊരു കാലം. അവിടെ അനന്തമായ പ്രകാശവും സത്യവും പൂർണ്ണതയും നിറഞ്ഞൊരു ലോകമുണ്ടായിരുന്നു എന്നാണ് ജ്ഞാനവാദികൾ വിശ്വസിച്ചിരുന്നത്. നമ്മുടെ കഥ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഇതാണ് ജ്ഞാനവാദത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം. അതായത്, രണ്ട് ലോകങ്ങളുണ്ട്. ഒന്ന് പൂർണ്ണമായ അനശ്വരമായ ആത്മീയലോകം. മറ്റൊന്ന് ഉടനുണ്ടാകാൻ പോകുന്ന ഇരുട്ടും കുഴപ്പങ്ങളും നിറഞ്ഞ ഈ ഭൗതിക പ്രപഞ്ചം. ഈ രണ്ട് ലോകങ്ങളും തമ്മിലുള്ളൊരു വലിയ സംഘർഷമാണ് ഈ കഥ. അപ്പോ ഈ പ്രപഞ്ചനാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളിലേക്ക് നമ്മൾ വരുവാണ്. പേര് പിസ്റ്റിസ് സൊഫിയ, ദിവ്യമായ പ്രകാശത്തിൽ നിന്നുള്ള ഒരു സത്ത. അവരുടെ ഒരൊറ്റ ആഗ്രഹമാണ് ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടാകാൻ തന്നെ കാരണമായത്. ആരായിരുന്നു സോഫിയ? നമുക്ക് നോക്കാം. പ്രകാശലോകത്തിന്റെ ഭാഗമായിരുന്ന സോഫിയക്ക് ഒരാഗ്രഹം തോന്നി, സ്വന്തമായി എന്തെങ്കിലും ഒന്നുണ്ടാക്കണം. പക്ഷേ ആ ഒരു ആഗ്രഹമാണ് എല്ലാത്തിനും തുടക്കമിട്ടത്, ഒരു വലിയ പിഴവിന്. ആ ആഗ്രഹം പ്രകാശലോകത്തിന് പുറത്ത് ഒരു നിഴൽ വീഴ്ത്തി. ആ നിഴലാണ് പിന്നീട് ഈ ഭൗതിക ലോകമായി മാറിയത്. അപ്പോ സംഭവിച്ചതിതാണ്. സോഫിയയുടെ ആഗ്രഹം ഒരു നിഴലുണ്ടാക്കി. ആ നിഴലിന് പ്രകാശത്തോട് അസൂയ തോന്നി. ആ അസൂയയിൽ നിന്ന് അപൂർണമായ ആത്മാവില്ലാത്ത ഒരു പദാർത്ഥം രൂപപ്പെട്ടു. അതാണ് നമ്മുടെ ഈ ലോകത്തിന്റെ തുടക്കം, ഒരു പിഴവിൽ നിന്ന്. ഇനി വരുന്നത് ഈ കഥയിലെ വില്ലനാണ്. അല്ലെങ്കിൽ വില്ലനെന്ന് വിളിക്കാമോ? സോഫിയയുടെ തെറ്റിൽ നിന്ന്, ആ അരാജകത്വത്തിൽ നിന്ന് രൂപം കൊണ്ട ഒരു സ്രഷ്ടാവ്. അവൻ സ്വയം ദൈവമാണെന്ന് വിശ്വസിച്ചു. അവന്റെ പേരാണ് യെൽദബെയൂത്ത്. ആ പേരിന് തന്നെ ഒരർത്ഥമുണ്ട്, അന്ധനായ ദൈവമെന്ന്. അന്നത്തെ അധികാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള ഒരു പ്രതീകമായിട്ടാണ് ജ്ഞാനവാദികൾ ഈ കഥാപാത്രത്തെ ഉപയോഗിച്ചത്. യെൽദബെയൂത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അവന്റെ അറിവില്ലായ്മയായിരുന്നു. തനിക്ക് മുകളിൽ വേറൊരു ലോകമുണ്ടെന്നോ താനൊരു തെറ്റിൽ നിന്ന് ജനിച്ചതാണെന്നോ അവനൊരു പിടിയുമില്ലായിരുന്നു. ഈ അറിവില്ലായ്മയും അഹങ്കാരവുമാണ് പിന്നീട് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത്. അങ്ങനെ അവൻ സ്വന്തമായി ഒരു ലോകം പണിതു, ഈ കാണുന്ന ആകാശവും ഭൂമിയുമൊക്കെ. എന്നിട്ട് അവനെ സഹായിക്കാൻ ആർക്കോണുകളെന്നറിയപ്പെടുന്ന ഭരണാധികാരികളെയും നിയമിച്ചു. താൻ മാത്രമാണ് ഏകദൈവമെന്ന് അവൻ വിശ്വസിച്ചു. എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് അവൻ പ്രഖ്യാപിച്ചു, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റാരുമില്ല. ഇതായിരുന്നു അവന്റെ അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം, പ്രകാശലോകത്തിനെതിരായ അവന്റെ ഏറ്റവും വലിയ പാപം. പക്ഷേ ആ അഹങ്കാരത്തിന് മുകളിൽ നിന്ന് ഒരു ശബ്ദം വന്നു. അത് അവന്റെ അമ്മയായ സോഫിയയുടേതായിരുന്നു. നിനക്ക് തെറ്റ്, നിനക്ക് മുൻപേ അനശ്വരനായ ഒരു മനുഷ്യൻ നിലനിൽക്കുന്നുണ്ട്. ആ വാക്കുകൾ അവന്റെ അഹങ്കാരത്തിന് കിട്ടിയ ആദ്യത്തെ അടിയായിരുന്നു, അവന്റെ പതനത്തിന്റെ തുടക്കവും. ഇനി കഥയുടെ ഗതി മാറുകയാണ്. ഇവിടെയാണ് മനുഷ്യന്റെ രംഗപ്രവേശം. അടിമകളെ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ എങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ തന്നെ തലവിധി മാറ്റിയെഴുതിയതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ യെൽദബെയൂത്തിന്റെ ഭരണാധികാരികളുണ്ടല്ലോ, ആർക്കോണുകള്, അവരാ പ്രകാശലോകത്തിലെ പൂർണ്ണനായ മനുഷ്യന്റെ ഒരു പ്രതിഫലനം കണ്ടതും അവർക്ക് ഭയങ്കര അസൂയായി. അവർ തീരുമാനിച്ചു, ആ രൂപത്തിൽ ഒന്നിനുണ്ടാക്കി തങ്ങളുടെ അടിമയാക്കണം. സ്നേഹത്തിൽ നിന്നല്ല, അസൂയയിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടി തുടങ്ങുന്നത്. അങ്ങനെ അവർ ആദ്യത്തെ മനുഷ്യനെ ഉണ്ടാക്കി, ആദമിനെ. പക്ഷേ അതൊരു ശരീരം മാത്രമായിരുന്നു, ജീവനില്ലാത്ത, ആത്മാവില്ലാത്ത ഒരു പാവ. 40 ദിവസം അവനങ്ങനെ കിടന്നു. ഇവിടെയാണ് ആ വലിയ ട്വിസ്റ്റ്. ആർക്കോണുകളറിയാതെ സോഫിയ തന്റെ ദിവ്യമായ പ്രകാശത്തിന്റെ ഒരു തീപ്പൊരി ആദമിന്റെ ശരീരത്തിലേക്ക് ഊതിക്കയറ്റി. അതാണ് ഗ്നോസിസ്, അഥവാ ആ ദിവ്യമായ അറിവ്. അതോടെ മനുഷ്യൻ വെറുമൊരു അടിമയല്ലാതായി. ഈ ലോകത്തെ തകർക്കാനുള്ള താക്കോൽ അവന്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിക്കപ്പെട്ടു. ഇതോടെ ശരിക്കുള്ള യുദ്ധം തുടങ്ങി. ഒരു വശത്ത് മനുഷ്യനെ ഈ അറിവില്ലായ്മയിൽ തന്നെ നിർത്താൻ ശ്രമിക്കുന്ന ആർക്കോണുകൾ, മറുവശത്ത് മനുഷ്യന്റെ ഉള്ളിലെ ആ തീപ്പൊരിയെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന പ്രകാശലോകം.
അറിവിനായുള്ള ഒരു വലിയ യുദ്ധം. ഈ യുദ്ധത്തിൽ ഹവ്വയുടെ റോൾ ഭയങ്കര രസകരമാണ്. ആർക്കോണുകൾ അവളെ പിടിക്കാൻ വന്നപ്പോൾ അവൾ ഒരു സൂത്രം കാണിച്ചു. തന്റെ യഥാർത്ഥ ആത്മീയ രൂപം അറിവിന്റെ മരത്തിൽ ഒളിപ്പിച്ചുവെച്ചു. എന്നിട്ട് വെറുമൊരു ഭൗതിക ശരീരം മാത്രം അവർക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ അവൾ അവരെ കബളിപ്പിച്ചു. നമ്മുടെയൊക്കെ കഥകളിൽ പാമ്പൊരു വില്ലനാണല്ലേ? പക്ഷെ ജ്ഞാനവാദികളുടെ കഥയിൽ സർപ്പമാണ് ഹീറോ, ഒരു ഉപദേഷ്ടാവ്. മനുഷ്യന് അറിവ് നൽകാൻ, അവനെ ഉണർത്താൻ വന്ന ജ്ഞാനിയായ ഒരു ജീവി. നോക്കൂ, ഇതാണ് ആ തോട്ടത്തിൽ നടന്നത്. ഒരു വശത്ത് ആർക്കോണുകളുടെ ഭീഷണി, പഴം കഴിച്ചാൽ നീ മരിക്കും. മറുവശത്ത് സർപ്പത്തിന്റെ വാഗ്ദാനം, ഇത് കഴിച്ചാൽ നിന്റെ കണ്ണുകൾ തുറക്കും, നീ ദൈവത്തെ പോലെയാകും. അപ്പോ പഴം കഴിക്കുന്നത് ഇവിടെ ഒരു പാപമല്ല, മറിച്ച് അറിവിലേക്കുള്ള ഒരു യാത്രയാണ്. അങ്ങനെ ഈ ഇതിഹാസം അതിന്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. ഈ അപൂർണമായ ലോകം എങ്ങനെ തകർന്നടിയുമെന്നും ഇതിനെ ഉണ്ടാക്കിയവർക്ക് എന്ത് സംഭവിക്കുമെന്നുമുള്ള ഒരു പ്രവചനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവസാനം സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. ഒരു വലിയ ഇടിമുഴക്കത്തോടെ ഈ ലോകം വിറയ്ക്കും. ആകാശങ്ങൾ ഇടിഞ്ഞു വീഴും, നക്ഷത്രങ്ങൾ താഴെ പതിക്കും, ആർക്കോണുകളെ പാതാളത്തിലേക്ക് തള്ളിയിടും. അവസാനം അന്ധനായ ദൈവം സ്വന്തം സൃഷ്ടികളെ നശിപ്പിച്ച് സ്വയം ഇല്ലാതാകും. അന്ന് പ്രകാശം ഇരുട്ടിനെ തോൽപ്പിക്കും. നമ്മുടെ ഉള്ളിലെ ആ ദിവ്യജ്വാല അതിന്റെ സ്വന്തം വീട്ടിലേക്ക്, ആ പ്രകാശലോകത്തിലേക്ക് തിരികെ പോകും. ഇതൊരു ചെറിയ ഡീറ്റെയിൽ ആണെങ്കിലും രസകരമാണ്. ആർക്കോണുകൾക്ക് മനുഷ്യന്റെ ആയുസ് 1000 വർഷത്തിൽ നിന്ന് കുറയ്ക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അത് പൂർണ്ണമായി ഇല്ലാതാക്കാൻ അവർക്ക് ശക്തിയില്ലായിരുന്നു. മനുഷ്യനോടുള്ള അവരുടെ അസൂയയുടെ ഒരു തെളിവ്. അപ്പോൾ അവസാനം നമ്മൾ ഈ ഒരു ചോദ്യത്തിലാണെത്തുന്നത്. ഇതൊക്കെ ആയിരക്കണക്കിന് വർഷം മുൻപുള്ള ഒരു കഥ മാത്രമാണോ, അതോ നമ്മുടെയൊക്കെ ഉള്ളിലെ ഇരുട്ടിനെ മാറ്റിവെച്ച് വെളിച്ചം കണ്ടെത്താനുള്ള ഒരു വഴികാട്ടിയാണോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്.